തൃശൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ തീരുമാനമായതായി സുരേഷ് ഗോപി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ജനുവരി 1 മുതൽ നഴ്സുമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിനെ പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. പൊതു അവധി ദിനത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സംഘടിപ്പിച്ച മെഗാ അദാലത്ത് മാതൃകയായി. അദാലത്തിൽ പരിഗണിച്ച 1059 കേസുകളിൽ 353 കേസുകൾ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തീർപ്പാക്കി. പീച്ചി ഡാമിന്റെ 2 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് മറികടന്നതിനാലാണ് ഷട്ടറുകൾ തുറന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ തീരുമാനമായതായി കളക്ടറേറ്റിൽ നടന്ന യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 300 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുക. 3 ഡിസൈനുകൾ വന്നതിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഡിസൈൻ 1 ആണ് തെരഞ്ഞെടുത്തത്. ഡിസൈൻ തിരഞ്ഞെടുത്ത വിവരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഉടൻ അറിയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. 45 ദിവസത്തിന് മുൻപായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാൻ റെയിൽവേ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നവീകരണമല്ല, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ. അതിനെ സംബന്ധിച്ച് 3 ഡിസൈനാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആർക്കിടെക്ട്സിൻ്റെ 3 ഡിസൈനും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് റെയിൽവേ മിനിസ്റ്ററുമായിട്ടിരുന്ന ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു ബ്രീഫിങ്ങും എല്ലാം നടന്നത്. പ്രസൻറ്റേഷനും അന്നൊരു വാക്ക് ത്രൂ നമുക്ക് ലഭ്യമല്ല. അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വാക്ക് ത്രൂ അടക്കം 5 ദിവസം മുമ്പ് എൻ്റെ ഓഫീസിൽ ട്രിവാൻഡ്രത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക്ക് ത്രൂവും കണ്ടു. അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഓപ്ഷനും വന്നു. അപ്പം അതൊന്നിവിടെ അവതരിപ്പിച്ചു. തൃശ്ശൂരിനെ സംബന്ധിച്ച് മേയർ, ഇവിടുത്തെ ചാർജുള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ, അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA ശ്രീ ബാലചന്ദ്രൻ, മേയർ വന്നു, കളക്ടറും കമ്മീഷണറും വന്നു, ADM ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടെല്ലാം ഇരുന്ന് കാണിച്ച് അവർക്കെല്ലാം ബോധ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി. റെയിൽവേ മേഖലയിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ചും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ റെയിൽവേ വികസന ആവശ്യങ്ങൾ സംബന്ധിച്ചുമാണ് നിവേദനം നൽകിയത്. രാമനിലയത്തിൽ മന്ത്രിയെ സന്ദർശിച്ച ദക്ഷിണ റെയിൽവേ ഉപദേശക സമിതി അംഗം M. ഗിരീശൻ, തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് നിവേദനം കൈമാറി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. പുതിയ മിനിമം വേതനം പ്രഖ്യാപിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും സമ്പൂർണ്ണ സമരത്തിലേക്ക് കടക്കും. തൃശൂരിൽ ചേർന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ജനറൽ കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. 2023 ജനുവരി 23-നാണ് ഹൈക്കോടതി പുതുക്കിയ മിനിമം വേതനം 3 മാസത്തിനകം പ്രഖ്യാപിക്കണമെന്ന് ഉത്തരവിട്ടത്. എന്നാൽ കഴിഞ്ഞ 20 മാസമായി സർക്കാർ ശമ്പള പരിഷ്കരണം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ജനറൽ കൗൺസിൽ യോഗം UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. UNA ദേശീയ സെക്രട്ടറി MV സുധീപ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിനെ പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം നടത്തി. 2 ദിവസങ്ങളിലായി കോളേജിൽ നടക്കുന്ന ടെക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് വിവിധ മോഡലുകളിലുള്ള വില കൂടിയ വാഹനങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമായി എത്തിച്ചിട്ടുള്ളത്. ഇതിലെ ഒരു വാഹനം വിദ്യാർത്ഥികൾക്കായി ഗ്രൗണ്ടിൽ അപകടകരമായ വിധത്തിൽ ഓടിച്ചു കാണിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത്. ഇത് നിയമം ലംഘിച്ച് അപകടകരമായ വിധം വാഹനം ഓടിച്ചു എന്ന നിയമലംഘനത്തിലാണ് പെടുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെ കോളേജ് അധികൃതർ ഉടൻ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി.
പൊതു അവധി ദിനത്തിൽ സംഘടിപ്പിച്ച മെഗാ അദാലത്തിൽ തീർപ്പായത് 353 കേസുകൾ. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുടെയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ അദാലത്തിൽ 1059 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 353 കേസുകൾ തീർപ്പാക്കി. മറ്റ് കേസുകൾ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെച്ചു. ജില്ലാ ജഡ്ജി PP സെയ്ദ് അലവി, MACT കോടതി ജഡ്ജി TK മിനിമോൾ, ലീഗൽ അതോറിറ്റി സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. പീച്ചി ഡാമിന്റെ 2 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് അപ്പർ റൂൾ കർവ് മറികടന്നതിനാലാണ് വെള്ളം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 2 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതം തുറന്നത്. 78.05 മീറ്ററാണ് ഡാമിന്റെ ജലനിരപ്പ്. ഈ വർഷം രണ്ടാമത്തെ തവണയാണ് ഷട്ടറുകൾ തുറക്കുന്നത്. ജൂലൈ 29-നാണ് ഇതിനു മുൻപ് തുറന്നത്. 24 മണിക്കൂറിനിടയിൽ 72 ഇഞ്ച് തുറന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രളയത്തിന് ഇടയാക്കിയിരുന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ ജോർദാനിലെ മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനിക്കു സമീപം പതിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ തുടർന്ന് തകർന്ന റോക്കറ്റുകളുടെ ഭാഗമാണ് തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 1000-ഓളം പേർ ജോലി ചെയ്യുന്ന ജോർദാനിലെ കമ്പനി വളപ്പിൽ പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ഇറാൻ അയക്കുന്ന റോക്കറ്റുകൾ ഇസ്രായേൽ ജോർദാന്റെ ആകാശത്ത് വെച്ചാണ് തകർക്കുന്നത് എന്നും ഇത് ആശങ്കയ്ക്കിടയാക്കുന്നതായും ദൃശ്യം പകർത്തിയ കാട്ടൂർ സ്വദേശി സുശീൽ ലാലു പറഞ്ഞു. ജോർദാന്റെ മറ്റൊരു സ്ഥലത്ത് റോക്കറ്റ് അവശിഷ്ടം വീണ് ഒരാൾ മരിച്ചതായും സുശീൽ പറഞ്ഞു. യുവതലമുറ തിന്മയിലേക്ക് വീഴാൻ പ്രധാന കാരണം രാസലഹരിയാണെന്ന് അദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ പറഞ്ഞു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ടിജോ മുള്ളക്കര, മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി സിജു ഇഞ്ചോടിക്കാരൻ, TS അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നെന്മണിക്കര പഞ്ചായത്തിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക, DMO ശ്രീദേവി, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത വിദ്യാലയം 1-ാം ഘട്ടത്തിൽ 469 വിദ്യാലയങ്ങൾക്ക് A+ ഗ്രേഡ് നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം, പീച്ചി ഡാം ഹരിത ടൂറിസം, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഹരിത ടൂറിസം പ്രഖ്യാപനം, ജലഗുണത ലാബ് കിറ്റുകളുടെ 2-ാം ഘട്ട വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ മികച്ച ഹരിത വിദ്യാലയം, അംഗൻവാടി അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്കുള്ള അവാർഡും ചടങ്ങിൽ കൈമാറി. ജില്ലയിൽ 110 മാതൃകാ പദ്ധതികൾക്കാണ് തുടക്കമായത്. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം നാടെങ്ങും ആചരിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണം മുൻ നിയമസഭാ സ്പീക്കർ തേർമിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, IP പോൾ, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിയെ വെടിവെച്ച് കൊന്നതുകൂടി ചർച്ച ചെയ്താലേ നിലവിലെ സാഹചര്യത്തിൽ ഗാന്ധി സ്മൃതി പൂർണ്ണതയിൽ എത്തുമെന്ന് മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് AIYF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി ഘാതകരാണ് രാജ്യം ഭരിക്കുന്നത്. ഗാന്ധിയെ രാഷ്ട്രപിതാവായി അംഗീകരിക്കാത്ത ഇക്കൂട്ടർ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ പേരിൽ രാജ്യതലസ്ഥാനത്ത് നടത്തുന്നത് നാടകമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഗമം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം T പ്രദീപ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. രാജ്ഗുരുവിന്റെയും പോലെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭൂമികയിലെ ധീരരായ രക്തസാക്ഷികളുടെ
ആശയങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ പ്രവർത്തിച്ചിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. സംഘടനകളാണെങ്കിലും പിന്നീട് 1936 രൂപീകരിക്കപ്പെട്ട നിരന്തര അപകടങ്ങൾക്കും ഗതാഗത തടസ്സത്തിനും പിന്നാലെ പ്രഖ്യാപിച്ച ചാലക്കുടി പോട്ടയിലെ സുന്ദരിക്കവല സർവീസ് റോഡ് നവീകരണം ഇനിയും ആരംഭിക്കാതെ ദേശീയപാത അതോറിറ്റി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 2013 മുതൽ കവല ജംഗ്ഷനിൽ വ്യത്യസ്ത അപകടങ്ങളിലായി 7 പേരാണ് മരിച്ചത്. ദേശീയപാത 6 വരിയാക്കുന്ന പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ദേശീയപാത അധികൃതർ ഇതിനായി 400 മീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ മരങ്ങൾ മുറിക്കുന്നതും ഭൂമി അളക്കുന്നതും വൈകി. നഗരസഭ മുൻകൈയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് മരങ്ങൾ ലേലം ചെയ്തത്. ഇതിനിടെ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി. വീതി കൂട്ടുന്നതിന് റോഡരികിലെ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാനും നഗരസഭ KCBയിൽ പണമടച്ചു. ഇതിനിടെ വീതി കൂട്ടും വരെ സുന്ദരിക്കവല സർവീസ് റോഡിലൂടെയുള്ള ഇരുവരി ഗതാഗതം നിർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ദേശീയപാതയിൽ നിന്നും കവലയിലേക്കുള്ള പ്രവേശനവും തടഞ്ഞു. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം റോഡ് നവീകരിച്ച് ഇരുവരി ഗതാഗതത്തിന് സജ്ജമാക്കുമെന്ന് ദേശീയപാത അധികൃതർ നഗരസഭയ്ക്ക് ഉറപ്പു നൽകിയിരുന്നു. സെപ്റ്റംബർ 30 സർവീസ് റോഡിന്റെ നവീകരണം ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. നവീകരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ നീക്കം. ഈ അടുത്ത കാലത്താണ് ചാലക്കുടി നഗരസഭ അതിനുവേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനും ബന്ധപ്പെട്ട കൗൺസിലർമാരും നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ സുന്ദരിക്കവല ആസമ സിഗ്നൽ ജംഗ്ഷൻ മുതൽ സുന്ദരിക്കവല സർവീസ് റോഡ്, കിഴക്കേ സർവീസ് റോഡ് 2 വരി ഗതാഗതമാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തടസ്സങ്ങൾ പൈപ്പ് ലൈൻ മാറ്റി തടസ്സം ഒരാഴ്ചയ്ക്കകം വർക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യുക, 1 മാസത്തിനുള്ളിൽ തീർത്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചതിന് ശേഷം 2 മാസം കഴിയും. ഇതുവരെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നേക്കുമായി തുടരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മഹാത്മജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനത എന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛ ഭാരത് വർഷങ്ങളായി മുന്നോട്ടു പോകുന്നു. അത് ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അമ്മയുടെ മാറും ഉള്ളകവും ഒക്കെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ഈ പദ്ധതികളിൽ വിഭാവനം ചെയ്തത് വഴി തന്നെ പ്രാവർത്തികമാക്കിയെടുക്കുവാൻ സാധിച്ചതിൻ്റെ ഒരു ആകർഷണീയതയാണ് ഒരുപക്ഷെ ലോകത്തെ ഈ പദ്ധതിയിലേക്ക് ആകർഷിച്ചിരിക്കുന്നതും. കടലോരങ്ങളെല്ലാം വളരെ ശുദ്ധമായി പരിപാലിപ്പിക്കണം എന്നുള്ള പാഠം മാത്രമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി മാറ്റാനുള്ള 2015 മുതൽ ഇത് ശക്തമായി അവർ തന്നെയാണ് മുമ്പോട്ട് കൊണ്ട് നടക്കുന്നത്. തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി. സ്കൂൾ വിദ്യാർത്ഥികൾക്കും NCC കാഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വിവിധ NGO, NSS, NCC കാഡറ്റുകൾ, സ്കൂൾ കുട്ടികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. DIG N രവി, കോസ്റ്റ് ഗാർഡ് കേരള ആൻഡ് മാഹി കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പറപ്പൂർ വടക്കൻമുറിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിനശിച്ചു. വടക്കൻ ഡേവിസിന്റെ ബൈക്കാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗാന്ധിജിയെയും നെഹ്റുവിനെയും രവീന്ദ്രനാഥ ടാഗോറിനെയും ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന പ്രവൃത്തി കുറച്ചു കാലമായി തുടങ്ങിയിട്ടുണ്ടെന്നും ഗാന്ധിജിയുടെ സ്റ്റാമ്പുകൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടാനില്ലാതായിട്ടുണ്ടെന്നും എഴുത്തുകാരൻ T. പത്മനാഭൻ. അച്ഛൻ വന്നു വിളക്കൂതി എന്ന TN പ്രതാപന്റെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ച് ലോകമറിഞ്ഞത് സിനിമ എടുത്ത ശേഷമാണെന്ന് നമ്മുടെ ഭരണാധികാരി പറഞ്ഞതിൽ പരം വലിയ വങ്കത്വം അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല.
130-ലധികം പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ വന്നു കഴിഞ്ഞിട്ടും പാവം നമ്മുടെ ഭരണാധികാരി അതൊന്നും അറിയുന്നില്ലെന്നും പത്മനാഭൻ പരിഹസിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പുസ്തകം ഏറ്റുവാങ്ങി. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, MP സുരേന്ദ്രൻ, ശ്രീമൂലനഗരം മോഹനൻ, ഗ്രന്ഥകർത്താവ് TN പ്രതാപൻ, N ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അത് പൊതു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ അറിയാം, മഹാത്മജിയിലും വലിയ പുത്തൂർ കൈനൂർ ചെമ്പൂർ റോഡിലെ ജനവാസ മേഖലയിൽ അനധികൃതമായി തുടങ്ങുന്ന കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. മണലിപ്പുഴ മലിനമാക്കുന്ന വിധത്തിൽ പുഴയുടെ തീരത്ത് സ്ഥാപിക്കുന്ന കോഴി സംസ്കരണ യൂണിറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിഷേധ യോഗം പുത്തൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ സജീവ് മാളിയേക്കൽ, ബീന വേണുഗോപാൽ, വിനോദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിലായി. ചാവക്കാട് കടപ്പുറം വില്ലേജ് തൊട്ടാപ്പ് ദേശം പണിക്കുവീട്ടിൽ മുഹസിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, അരുൺ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. 400 രൂപ വർദ്ധിച്ചതോടെയാണ് കഴിഞ്ഞ മാസം 27-ന് രേഖപ്പെടുത്തിയ പവന് 56,800 എന്ന എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിനൊപ്പം എത്തിയത്. പിന്നീട് വില കുറയുകയായിരുന്നു. 3 ദിവസത്തിനിടെ 400 രൂപ കുറഞ്ഞ ശേഷമാണ് വീണ്ടും അതേ നിരക്കിലേക്ക് ഉയർന്നത്. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,100 രൂപയായി. ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള അസംസ്കൃത മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് സംവിധാനമൊരുക്കിയ തൃശൂർ കോർപ്പറേഷൻ. അസംസ്കൃത മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിന്റെ ഉദ്ഘാടനം തൃശൂർ ശക്തൻ നഗറിൽ മന്ത്രി K രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, ശ്യാമള മുരളീധരൻ, കരോളിൻ പെരിഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് 23-ാം തൃശൂർ സ്കൗട്ട്സ് ഓപ്പൺ ഗ്രൂപ്പിന്റെ 61-ാം വാർഷിക ആഘോഷങ്ങളും ഗാന്ധി ജയന്തി ആഘോഷങ്ങളും തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നടന്നു. സ്കൗട്ട് ഗൈഡ് ക്രാഫ്റ്റ് മത്സരങ്ങളുടെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. OF ജോയ് അധ്യക്ഷത വഹിച്ചു. ടൗൺഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ജിഷോ S പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A അൻസാർ, ജോസി B ചാക്കോ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, AM ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസും ന്യൂറോൺസ് ചെസ് ക്ലബ്ബും സംയുക്തമായി ലഹരിക്കെതിരെ ചെസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ഫ്ലാഷ് ചെസ് മത്സരം സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. ACP സലീഷ് N ശങ്കർ, ആർബിറ്റർ RU നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ദേശീയ സമ്പാദ്യ പദ്ധതി തൃശൂർ ജില്ലാ ഓഫീസും പരിസരവും ജീവനക്കാരും ഏജന്റുമാരും ചേർന്ന് ശുചീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ ബിജു L, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ അയ്യന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ സംവാദ സദസ്സും സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. അയ്യന്തോൾ കീർത്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംവാദ സദസ്സ് കോർപ്പറേഷൻ കൗൺസിലർ N പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി.
തിരുവനന്തപുരത്ത് നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ജൂഡോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയം. സബ് ജൂനിയർ വിഭാഗത്തിൽ ജില്ലയിൽ നിന്ന് വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മുല്ലശ്ശേരി ജൂഡോ അക്കാദമിയിലെ 8 പേരാണ് പങ്കെടുത്തത്. സംസ്ഥാനതലത്തിൽ 2 പേർക്ക് സ്വർണ്ണ മെഡലും 5 പേർക്ക് വെങ്കല മെഡലും ലഭിച്ചു. ഈ മാസം ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാനതലത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആശിഷ് നഹക്, മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സാരംഗന എന്നിവർക്കാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. മികച്ച കായിക പഞ്ചായത്തായി മുല്ലശ്ശേരി പഞ്ചായത്തിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂഡോ അക്കാദമി ആരംഭിച്ചത് എന്നും ആദ്യ വർഷങ്ങളിൽ തന്നെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് പറഞ്ഞു. ജില്ലാ ജൂഡോ സ്റ്റേറ്റ് ഗെയിംസിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7 കുട്ടികൾ വളരെ വിജയകരമായി വിജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മികച്ച കായിക പഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെ മുല്ലശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിക്ക് രൂപം നൽകുകയും ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി ജൂഡോ അക്കാദമി സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ വാർത്തെടുക്കുന്നതിന് വളരെ അഭിമാനമുണ്ട്. അർജുന് സമ്മാനിക്കാനായി നിർമ്മിച്ച മിനിയേച്ചർ ട്രക്ക് ആദിത്യൻ അർജുന്റെ കുടുംബത്തിന് കൈമാറി. കർണാടകയിലെ ഷിരൂരിൽ നദിയുടെ ആഴങ്ങളിൽ പൊലിഞ്ഞ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ട്രക്കിന്റെ മിനിയേച്ചർ രൂപമാണ് ആദിത്യൻ കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുന്റെ വീട്ടിലെത്തി കൈമാറിയത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും ലോറിയെയും കണ്ടെത്താനായി തിരച്ചിൽ നടന്ന നാളുകളിലാണ് ആദിത്യൻ ട്രക്കിന്റെ മിനിയേച്ചർ നിർമ്മിച്ചത്. അർജുനു വേണ്ടി ആദിത്യൻ നിർമ്മിച്ച മിനിയേച്ചർ ട്രക്കിനെ കുറിച്ച് സമൂഹമാധ്യമങ്ങൾ വഴി അറിഞ്ഞ അർജുന്റെ ബന്ധുക്കളാണ് കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ട് മിനിയേച്ചർ ട്രക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചത്. ഇതേ തുടർന്ന് ബുധനാഴ്ച ആദിത്യനും പിതാവ് പോത്തിക്കര സതീഷ്, കുടുംബാംഗങ്ങൾ, മനക്കുളങ്ങര KVUPS സ്കൂളിലെ പ്രധാനാധ്യാപിക PS സീമ, K സനൽ എന്നിവരടങ്ങിയ സംഘം കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുന്റെ വീട്ടിലെത്തി മിനിയേച്ചർ ട്രക്ക് കൈമാറുകയായിരുന്നു. ചാലക്കുടി ടൗൺ ഹാളിന്റെ വാടക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ KS സുനോജ് ജനകീയ അവകാശ സമരം നടത്തി. നഗരസഭാ ഹാളിന്റെ വാടകയായി വിവാഹത്തിന് ചാലക്കുടി നഗരസഭാ പരിധിയിലുള്ളവരിൽ നിന്നും 50,000 രൂപയും 15% GSTയും ഇതിനു പുറമെ ക്ലീനിംഗ് ചാർജ് എന്ന നിലയിൽ 15,000 രൂപയും ഈടാക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കൗൺസിലർ KS സുനോജ് ചൂണ്ടിക്കാട്ടി. സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണസമിതിയുടെ തന്ത്രമാണ് ഇതെന്ന് കൗൺസിലർ ആരോപിച്ചു. ടൗൺ ഹാളിന് സമീപത്ത് സംഘടിപ്പിച്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ പങ്കെടുത്തു. ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ഇമാം ഹുസൈൻ ബാഖവി, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് നഗറിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ക്രൈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രദേശവാസികൾ നിരാഹാര സമരം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് തോംസൺ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഷാജു കണ്ടംകൊളുത്തി, മാത്യു ജോർജ് ബെന്നി പള്ളായി, സക്കീർ ഓലക്കോട് എന്നിവരാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ക്രൈസ്റ്റ് കോളേജ് പരിസരത്തു നിന്നും വരുന്ന മഴവെള്ളം പ്രതീക്ഷാഭവൻ റോഡ് വരെ ശക്തമായാണ് ഒഴുകിയെത്തുന്നത്. 200 മീറ്ററോളം കാനയില്ലാത്തതിനാൽ റോഡിലും വീടുകളിലും വെള്ളം കയറുന്നതും പതിവാണെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. രേഖകളിൽ 6 മീറ്റർ വീതിയുള്ള പെരുംതോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി തോട് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശത്തെ വീടുകളിലും റോഡുകളിലും വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാലടി പ്ലാന്റേഷനിൽ തൊഴിലാളി ലയത്തിന് നേരെ കാട്ടാന ആക്രമണം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 10ാം ബ്ലോക്കിലെ സത്യന്റെ ലയത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ലയത്തിനോട് ചേർന്നുള്ള താൽക്കാലിക ഷെഡ് ആനകൾ തകർത്തു. ബുധനാഴ്ച വെളുപ്പിനായിരുന്നു സംഭവം. മുറിയോട് ചേർന്ന് താൽക്കാലികമായി നിർമ്മിച്ച അടുക്കളയാണ് ആനക്കൂട്ടം തകർത്തത്. പാത്രങ്ങൾ അടക്കമുള്ള നിരവധി സാധനങ്ങൾ നശിപ്പിച്ചു. അവധി ദിവസമായതിനാൽ സത്യനും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല. ശബ്ദം കേട്ടെത്തിയ അയൽവാസികളാണ് കുട്ടിയടക്കമുള്ള ആനക്കൂട്ടത്തെ തുരത്തിയത്. കുറച്ച് മാസങ്ങളായി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടങ്ങളിൽ ചുറ്റിത്തിരിയുന്ന ആനക്കൂട്ടം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വാണിജ്യം.
വെബ്മെപ്പിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ അംഗീകൃത ഫാക്ടറി ഔട്ട്ലെറ്റായ GPJ സ്റ്റോർ അരിമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റോറിന്റെ ഉദ്ഘാടനം അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. ഗ്രൂപ്പ് MD P പ്രശാന്ത്, ഡയറക്ടർമാരായ PJ പിയൂസ്, സമീർ ആൽത്തറയിൽ, K ശ്രീജിത്ത്, മാർക്കറ്റിംഗ് ഹെഡ് A ഷമീർ, ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കളിപ്പാട്ടം മുതൽ ആൻഡ്രോയിഡ് TV വരെയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് വെബ്മെപ്പ് ഫാക്ടറി ഔട്ട്ലെറ്റിലൂടെ. വെബ്മെപ്പ് ആൻഡ്രോയിഡ് TV, LED പ്രോഡക്ട്സ്, പെർഫ്യൂംസ്, ബ്ലൂടൂത്ത് സ്പീക്കർ, വാട്ടർ പ്യൂരിഫയർ, ഫാക്ടറിയുടെ മേൽനോട്ടത്തിൽ കുടുംബ യൂണിറ്റുകൾ വഴി നിർമ്മിക്കുന്ന LED ബൾബുകൾ, ഇവയുടെ പാനലുകൾ, ഇതിനു പുറമെ ക്ലാമി കോസ്മെറ്റിക്സ് ആൻഡ് ഫേസ് ക്രീം പ്രോഡക്ട്സ്, പെരുമ ഹെർബൽസ്, മാ ഹെർബൽസ് ആൻഡ് കോസ്മെറ്റിക്സ് എന്നിവയുടെ പ്രത്യേക വിഭാഗവും കിഡ്സ് ടോയ്സുകളുടെ വിപുലമായ ശേഖരവും സ്റ്റോറിൽ സജ്ജമാണ്. കൂടാതെ എല്ലാത്തരം ഉപഭോക്താക്കൾക്കും ആവശ്യമായ ടെക്സ്റ്റൈൽസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സെക്ഷനും സ്റ്റോറിന്റെ സവിശേഷതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.gowebshop.co എന്ന വെബ്സൈറ്റിലോ 9747728721 7907746192 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3328 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയിൽ തീരുമാനമായതായി സുരേഷ് ഗോപി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. ജനുവരി 1 മുതൽ നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക് ഫെസ്റ്റിന് പ്രദർശനത്തിനായി കൊണ്ടുവന്ന വാഹനമോടിച്ച് സാഹസിക പ്രകടനം. സംഭവത്തെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. പൊതു അവധി ദിനത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സംഘടിപ്പിച്ച മെഗാ അദാലത്ത് മാതൃകയായി. അദാലത്തിൽ പരിഗണിച്ച 1059 കേസുകളിൽ 353 കേസുകൾ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തീർപ്പാക്കി. പീച്ചി ഡാമിന്റെ 2 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് മറികടന്നതിനാലാണ് ഷട്ടറുകൾ തുറന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.